കുട്ടികൾക്ക് പ്രായത്തിനൊത്ത ശരീര വളർച്ചയില്ല എന്ന് ധാരാളം മാതാപിതാക്കൾ പരാതി പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് നമുക്ക് നോക്കാം. കുട്ടികൾക്ക് പലപ്പോഴും അവർക്ക് വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കുന്നില്ല. അവരുടെ താല്പര്യങ്ങൾ ഒരുപക്ഷെ ബേക്കറി ഫുഡിനോടും ചോക്ലേറ്റിനോടും സ്നാക്സിനോടും ഒക്കെ ആയതുകൊണ്ട് മാതാപിതാക്കൾ അവരുടെ സന്തോഷം കാരണം ഇതൊക്കെ അവർക്ക് വാങ്ങിച്ചു കൊടുക്കാറ് ഉണ്ട്. ഈ ബേക്കറി ഭക്ഷണം നമുക്കറിയാം, ചോക്ലേറ്റുകളൊക്കെ കഴിച്ചാൽ എത്രത്തോളം അതിൽ നിന്ന് പോഷകങ്ങൾ ശരീരത്തിന് കിട്ടുന്നുണ്ടെന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. ഒട്ടും തന്നെ കിട്ടുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം. കഴിഞ്ഞ 30ഓളം വർഷങ്ങളായിട്ട് ആയുർദാനിൽ വരുന്ന കുട്ടികളെ നമ്മൾ മനസ്സിലാക്കിയതിൽ നിന്ന് പ്രധാനമായും നമ്മൾ തിരിച്ചറിഞ്ഞൊരു കാര്യം ഇതാണ്: വീട്ടിൽ തയ്യാറാക്കുന്ന നമ്മൾ ഹോം മെയ്ഡ് ഫുഡ് കഴിച്ചാൽ തന്നെ കുട്ടികളുടെ ഒരുവിധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ കറക്റ്റ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതായത് അവർക്ക് ഇമ്മ്യൂണിറ്റി കൂടും, ദഹനം കൃത്യമാവും, വിശപ്പ് വർദ്ധിക്കും. അതുവഴി അവർക്ക് പലപ്പോഴും ഇടയ്ക്കിടയ്ക്ക് രോഗങ്ങൾ വരുന്നത് ഒഴിവാകാനും ആരോഗ്യത്തോടെ ഇരിക്കാനും സഹായിക്കുന്നതൊക്കെ ഉള്ളത് തെളിയിക്കപ്പെട്ടത് തന്നെയാണ്. പിന്നീട് അവർക്ക് വേണ്ടി ചെയ്യേണ്ടത് ബേക്കറി ഫുഡുകളുടെ അളവ് പരിമിതപ്പെടുത്തുക എന്നുള്ളതാണ്. കുട്ടികൾക്ക് പൊതുവെ ഭക്ഷണത്തിനോട് താല്പര്യം കുറവാണെങ്കിൽ, അല്ല വിശപ്പില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഇതോടൊപ്പം ജൂനിയർ സ്റ്റാമിജൻ മാൾട്ട് കൊടുക്കുക. ജൂനിയർ സ്റ്റാമിജൻ മാൾട്ട് ഒരു സപ്ലിമെന്റ് ആണ്, ആയുർവേദ ഹോസ്പിറ്റലിന്റെ പ്രോഡക്റ്റ് ആണ്. ഇത് നന്നായിട്ട് വിശപ്പ് വർദ്ധിക്കുകയും ദഹനം കൃത്യമാക്കാനും കുട്ടികൾ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം കഴിച്ച് തന്നെ ആരോഗ്യം മെച്ചപ്പെടാനും സഹായിക്കുന്നതാണ്. ജൂനിയർ സ്റ്റാമിജൻ മാൾട്ട് 2 നേരം രാവിലെയും രാത്രിയിലും ആഹാരത്തിന് ശേഷം 10 ഗ്രാം വീതം ഒരു സ്പൂൺ കഴിച്ചാൽ മതി. ഇത് സ്വാദിഷ്ടമാണ്, കുട്ടികൾ ചോദിച്ച് വാങ്ങിച്ച് കഴിക്കുന്ന രീതിയിലേക്ക് എത്തും. അപ്പോൾ ഇത് കഴിക്കുന്നതോടുകൂടി അവർക്ക് വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം തന്നെ കൃത്യമായി കഴിക്കാൻ സാധിക്കും. ശരീര വളർച്ചയ്ക്ക് ആവശ്യമുള്ള പ്രോട്ടീനും വൈറ്റമിൻസും ഒക്കെ അതിൽ നിന്ന് കിട്ടുകയും അവർ ക്രമേണ അവരുടെ ശരീരം ബിൽഡ് ചെയ്ത് പ്രായത്തിനൊത്ത ശരീര വളർച്ച ആവുകയും ചെയ്യും. നമ്മുടെ കുട്ടികളെ ആരോഗ്യവാന്മാരെ വളരാൻ വേണ്ടിയിട്ട് അതിനൊരു പ്രിഫറൻസ് കൊടുക്കണമെന്ന് തന്നെയാണ് ഞങ്ങളിത് പറയാനുള്ളൊരു കാരണം. ആരോഗ്യമുള്ളൊരു ജനതയാണ് ഏതൊരു രാജ്യത്തിൻ്റെയും സമ്പത്ത്.